എല്ലാവർക്കും നമസ്കാരം. ആദിദേവ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്നുള്ളത് എടക്കഴിയൂർ ഫാം വില്ലയിലാണ് കേട്ടോ. എടക്കഴിയൂർ തന്നെയുള്ള മറൈൻ വേൾഡ് അക്വേറിയത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യണത്. അപ്പോൾ കുറച്ച് ദിവസമായി ഇതൊന്ന് കാണാൻ വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുഴുവൻ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സ്കിപ്പ് അടിക്കാതെ കാണട്ടെ. ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫാം വില്ലേജിൽ ഒരാൾക്ക് അവിടെ കാണാനായിട്ട് 100 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യണത്. 100 രൂപ എന്ന് പറഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ. 100 രൂപ അഡൽട്ട്സിന് മാത്രമേ ഉള്ളൂ. അഡൽട്ട്സ് അല്ല, 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 100 രൂപ. അപ്പോൾ അവിടെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്യണ 1 ഏക്കറിന് മുകളിൽ സ്ഥലം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ പോയത്, നല്ല നട്ടുച്ചയ്ക്ക് തന്നെ. അപ്പോൾ എന്നാലും അവിടെ ഉച്ചയായാലും ഉള്ളിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് തെങ്ങുകളും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അത്ര വെയിലൊന്നും നമുക്ക് തോന്നില്ല. ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പുറത്തെ സ്ഥലമുള്ളൂ. വണ്ടി നല്ല വെയിലിൽ തന്നെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവർ, പിന്നെ അത് ചെയ്യേണ്ടതായിരിക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. ആദ്യം തന്നെ നമ്മൾ ഒട്ടകത്തിന് തീറ്റ കൊടുക്കുക. ഇത് അവിടെ ഉള്ള കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ. പിള്ളേരെന്നല്ല, അവർ ഗൈഡ് ചെയ്യാൻ വേണ്ടി. അവർ നമുക്ക് ക്യാരറ്റൊക്കെ ഒട്ടകത്തിന് തിന്നാനായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് തരും. നമുക്ക് എല്ലാവർക്കും തീറ്റ. അപ്പോൾ അതിനായിട്ടൊന്ന് അടുത്ത് നിൽക്കുകയും ചെയ്യാമല്ലോ. അവർ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോനും നല്ല ഹാപ്പിയായിട്ടൊക്കെ കാണാനും ഒക്കെ നിൽക്കാനും പറ്റും. കൊടുക്കണേ. ഒട്ടകത്തിന് ശേഷം ഇത് 2 കുതിരകൾ കേട്ടോ. ഒരു കഴുതയാണ്, ഒരു കുതിരയും ഒരു കഴുതയും. ആ കുതിര ഇത്തിരി പെശകാന്നാവൻ പറഞ്ഞത്, കുതിര കടിക്കുന്ന പറഞ്ഞു. അപ്പോൾ അധികം അതിന് തീറ്റ കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ അത്ര ഉയരമൊന്നും ഇല്ലാത്ത കുതിര ഉണ്ട്, അതെന്തോ അങ്ങനത്തെ ഒരു ജനസിൽ പെട്ടതെന്ന് പറഞ്ഞു. പിന്നെ അതൊരു കഴുതയാണ്. അങ്ങനത്തെ എല്ലാം വ്യത്യസ്തതകളുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് സാധാരണ കുതിര എന്നല്ല. അത് അതിലെന്തോ ഒരു പേര് പറഞ്ഞോ. എനിക്കതിൻ്റെ എല്ലാറ്റിനും പേരുകളൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന സാധനങ്ങളുടെ എല്ലാറ്റിനും പേരുകളൊന്നും ഞാൻ എഴുതിയെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അറിയണമെന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 അരയന്നങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഒരു കാളയാണല്ലേ, കാള. ഈ കാള നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേകത കാണില്ലേ, പക്ഷെ ആൾ ഭയങ്കര ഒരു ഉയരക്കുറവുള്ള ഒരു കാളയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കാലിന് ഭയങ്കര നീളം കുറവാണ്. അത് നല്ല രസമായിട്ട് തോന്നി. ചെറിയ കാലുകളായിട്ടുള്ള ഒരു കാള, അതും രസമാണ്. ആളെ നന്നായി മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് ഫോട്ടോ എടുക്കാനൊക്കെ ചെന്നപ്പോൾ ഇത്തിരി ദേഷ്യപ്പെട്ടു. ഇതിൻ്റെ മുന്നിൽ തന്നെ വെള്ളം കുടിക്കാനും അങ്ങനെ അത്യാവശ്യം കുറച്ച് കഴിക്കാനുള്ള സ്നാക്സും ഇതൊക്കെ കിട്ടാനുള്ള സാധനങ്ങൾ ഒരു സ്റ്റാൾ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഓരോരോ ഇതിൻ്റെ പേര് ഇതിൻ്റെ മുന്നിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ കണ്ടേക്കണ് ഓരോരോ വീടുകൾ, ന്യൂസിലാൻഡിലൊക്കെ ഇങ്ങനത്തെ വീടുകൾ പോലെ കണ്ടേക്കണം. അതുപോലെ കിളികൾക്ക് ഓരോ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണ്. അടുത്തടുത്ത് അതിർത്തികളുണ്ട് കേട്ടോ. അവർ അങ്ങോട്ടും കടത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിർത്തികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഓരോരോ കള്ളിയിലും ഓരോരോ സാധനങ്ങളായിട്ട് അതിൻ്റെ ഒക്കെ പേരും ഉണ്ട് അവിടെ. എല്ലാറ്റിനും പേര് പറയാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പേര് വീഡിയോ എടുക്കാമെന്ന്. ഇതിപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ 10-20 മിനിറ്റ് മുകളിൽ വീഡിയോ. ഇതെന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ആക്കും. പിന്നെ നമ്മുടെ എമ്മു ഇവിടുത്തെ അടുത്ത പ്രത്യേകത ഇവളുടെ പേര് റോസി എന്നാ പറഞ്ഞു തോന്നുന്നു. ഇവളെ ആർക്കും വേണമെങ്കിൽ കെട്ടി കൂടെ കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പം അതെ അളിയൻ അഴിച്ച് കൊണ്ടു നടക്കണ്ട. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ്റെ ഒപ്പം കൊണ്ടു നടക്കാൻ, അവൻ്റെ ഒപ്പം ഓടാനും കൂടെ നടക്കാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോനും അതിൻ്റെ ഒപ്പം ഇരുന്ന് നല്ല രസമായിരുന്നു. മൂപ്പർക്ക് ഒരു ഫ്രീഡം കിട്ടിയ സമയമല്ല. അപ്പോൾ ആരുടെ ഒപ്പവും കളിക്കും, കുട്ടികളുടെ ഒപ്പവും എല്ലാവരുടെ ഒപ്പം. മോനും
ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ മോനും അവളുടെ ഒപ്പം കളിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര എന്താ പറയാ, നല്ല ഫീല്. പാവം എന്താ പറയാ, അത്രയും നല്ല രസമുള്ള ഒരു ഫീലായിരുന്നു. ആ കളികളൊക്കെ കഴിഞ്ഞ് മൂപ്പരേനെ അവിടെ കൊണ്ട് കെട്ടിട്ടോ വീണ്ടും കളിയെ. അങ്ങനെ ആളവിടെ ഒതുങ്ങി കിടന്നു. ആ ഒരു ആള് സങ്കടത്തിലാ തോന്നുന്ന ആള്. ആ ഫ്രീഡം പോയി ഒതുങ്ങി കിടക്കുമ്പോൾ ആളുടെ ഒരു നിരാശ മുഖത്ത് നല്ലോണം കാണണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോന്നു. ഇവിടെ കുറെ മൊയലുകളും ഒക്കെയാണ് കേട്ടോ. എല്ലാവരുടെയും മോൻ പുറത്തുനിന്ന് കളിപ്പിക്കുന്നുണ്ട്. അടുത്ത് ചെന്ന ധൈര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും നല്ല ഭംഗിയുള്ള മുയൽ കൂട്ടാൻ. എന്താ അവൻ്റെ ഒക്കെ ഒരു ഭംഗി, വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ട്. വെളുപ്പാണ് ഭംഗി എന്നല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ. ഇതാ ഇവന്റെ പേരെന്താ, ബംഗാൾ ക്യാറ്റ് എന്നാണ്. അതായത് ഇവന്റെ പേര് എന്താണെന്നറിയില്ല. ഉറക്കത്തിന്റെ ആൾക്കാരാട്ടോ ഇവിടെ മുഴുവൻ. ഒരുപാട് സാധനങ്ങൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവനിപ്പോൾ തള്ളിയെടുത്തു. എല്ലാവരും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവരും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇത് ഈ വരണവർ ഇത് എടുത്തിട്ട് പറ്റിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് അറിയാത്തത്. അടുത്തതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച. കളറ് ഉള്ള ഇവരുടെ പേരെന്താന്ന് ഞാൻ മറന്നുട്ടാ, എന്തോ പേരെന്നറിയില്ല. അടുത്തത് ഇതേ ചെറിയ എലി. എല്ലാവരും ഓരോരുത്തരും എടുത്ത് ഇങ്ങനെ നടന്ന് ആലോചിച്ച് നടക്കുകയാണ്. നല്ല കാഴ്ചകളാണ് കേട്ടോ. അതേ അടുത്ത ആള് പാമ്പ്. അവനെടുത്തൊന്നുമില്ല കേട്ടോ, പുറത്തേക്ക് എടുത്തൊന്നുമില്ല. നമുക്ക് ധൈര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് പാമ്പിനെ പിടിക്കാനൊന്നും അത്ര ധൈര്യമില്ല. അതിൻ്റെ ആ വഴുവഴുപ്പ് പിടിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെ അത് വേറെ തരം മുയൽ, എലി അങ്ങനത്തെ സാധനങ്ങൾ. ഇതൊരു പല്ലിയുടെ വർഗത്തിൽപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞു. ആളിനെ അളിയെടുത്തു. പിന്നെ എൻ്റെ വൈഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വൈഫിൻ്റെ എടുത്തത് ഞാൻ ഈ വീഡിയോയിലില്ല. അത് ഞാൻ പോർട്രേറ്റ് മോഡലെടുത്ത് അതൊരു ഷോർട്ടായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞത് കാണിച്ചു തരാനൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അവിടെ ചെറുപ്പ ആൾക്കാരാണ്. അവരെല്ലാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. ഇതെന്താണ്, ഇത് സാധനം, ഇതിന്റെ പേരെന്താണ്. പിന്നെ എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തരും. കാരണം അടിപൊളി ചെറുപ്പക്കാര് പിള്ളേര്, അടിപൊളി ആൾക്കാരട്ടോ. നല്ല എയിമുണ്ട്. ഇതേ നമ്മുടെ നാടൻ കോഴി. പക്ഷെ ഇത്രയും ഭംഗിയുള്ള കോഴികളിലൊന്നും ഇപ്പൊ നാട്ടിൽ കാണാനില്ല കേട്ടോ. പക്ഷെ അതുകൊണ്ടായിരിക്കും അത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. നാടൻ കോഴിയാണോ എന്താണെന്ന് അറിയില്ല, എനിക്കറിയില്ല. കണ്ടപ്പോൾ നാടൻ കോഴിയാന്ന് തോന്നി. പിന്നെ ഇതേ കുറേ പഞ്ചവർണ്ണ തത്തകള്, ഇങ്ങനെ ഒരുപാട് കിളികളുണ്ട്. എല്ലാതും നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. എല്ലാവർക്കും നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടുന്നു തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം. ഈ വരണവരയിലൊക്കെ ഫുഡ് കൊടുത്തിട്ട് വേണം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിന് കുറവൊന്നും ഉണ്ടാവില്ല, കൂട്ടിലാണെന്ന് മാത്രം. ഇനി ഇതിനൊക്കെ മോൻ തത്തമ്മ പൂച്ച പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവൻ പഠിച്ച പണി 18 നോക്കിയിട്ട് പൂച്ചാന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതും ഈ കിളികളുടെയും കോഴികളിലൊക്കെ ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ പ്രാവുകള്, ഇവരാണ് നമ്മുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രണ്ടാൾക്കാര്. ഇവർ രണ്ടാളെന്നെ ഉള്ളൂ കേട്ടോ അവിടുത്തെ പഞ്ചവർണ്ണ തത്ത. നല്ല ഭംഗിയാട്ടോ. രണ്ടാളിനും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ രണ്ടാളും ഒരേ കളറ്. എല്ലാടും എന്താ പറയാ, കറക്റ്റ് രണ്ടാളും ശരിക്കും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ. ഇതേ പിന്നെ ഒരു ഒട്ട പക്ഷി ഉണ്ട് അവിടെ.
അവിടെ ഒറ്റയ്ക്കുള്ളൂ. അതിന്റെ മടുപ്പുണ്ട് തോന്നുന്നു മൂപ്പർക്ക്. മതിൽ ചാടാൻ നല്ല വഴി നോക്കുന്നുണ്ട്. ഇനി അടുത്ത ഏറ്റവും നല്ല ആക്ടിവിറ്റി ആണ് കേട്ടാ കിളികള്. ആ കിളികൾക്ക് തീറ്റ കൊടുത്തിട്ട് അവരെ നമ്മുടെ മേത്ത് കയറ്റിയെടുത്തണ കളി. എനിക്കിപ്പോ ഞാൻ വീഡിയോ ക്യാമറ എടുക്കുന്ന കാരണം എന്റെ മേത്തൊന്നും കയറ്റിയില്ല. മോൻ പഠിച്ച പണി 18 നോക്കിയിട്ട് അവന്റെ മേത്ത് ഒരാള് കയറിയില്ല. എന്നുവെച്ചാ കേറാൻ നോക്കുമ്പോ മൂപ്പര് അടുത്തേക്ക് വന്നാൽ മൂപ്പര് കൈ വലിക്കും. അതെ കണ്ട വലിയ ദരിദ്രമായിരിക്കും. അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പര് കൈ വലിക്കും. അളിയന്റെ മേത്ത് ഇഷ്ടം പോലെ കിളികൾ കയറിയിട്ട് മൂപ്പര് തലയിൽ വരെ കയറിയിട്ട് കൊത്തിയിരുന്നു. തലയുടെ ഉള്ളിൽ എന്താണാവോ. എന്തായാലും അത് നല്ലൊരു കാഴ്ചയും നല്ലൊരു അനുഭവമായിരുന്നു. അതായത് മൂപ്പരെ തലേമൊരാളി ഇങ്ങോട്ട് കൊത്തുന്നുണ്ട്. ആള് നല്ല പുലിയ തോന്നുന്നു. ഈ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അതിന്റെ ഉള്ളിൽ കയറി നിന്നപ്പോ. എന്തുണ്ടായി? അവസാനം എന്റെ വൈഫിന്റെ കൈമ ഒരു കിളി വന്നിരുന്നു. ഒന്നുള്ളത് രണ്ടായപ്പോ മൂപ്പര് ധൈര്യമൊക്കെ ചോർന്നു പോയി. അവസാനം ഭയങ്കര ഭാരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ 2 കിളികൾ കൈമ വന്നിരുന്നപ്പോളേ ഭയങ്കര ഭാരാണ് ഉണ്ടാവുന്നു. എത്ര കൊണ്ടുണ്ടാവും ഇതൊക്കെ. അങ്ങനെ ഗതികേടിലായി. ഒരു കിളീനെ കയ്യിൽ കയറ്റാൻ വേണ്ടി ഗതികേട് എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടോ അത്ര ബുദ്ധിമുട്ടി. ഒരു കിളി പോലും എന്റെ മോന്റെ കൈമ വന്നിരുന്നില്ല. ഇരിക്കില്ലായിരുന്നാലും മൂപ്പര് അത് പിടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഈ പ്രാവിന്റെ പേര് എനിക്കറിയാം, മറന്നു. ഇങ്ങനത്തെയും പ്രാവുകളുണ്ട് ഇവിടെ. എല്ലാവർക്കും ഇഷ്ടം പോലെ കൂടുകളുണ്ട്. എന്ത് കൂടാണ് വെച്ചെങ്കിലും ആരോ പറഞ്ഞിട്ടില്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാല്. പറന്ന് നടക്കേണ്ട ആൾക്കാർ കൂട്ടിലാണെച്ചെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ. എന്തുട്ട് സന്തോഷം. അവര് പറന്നു പോവാച്ചാൽ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അതൊന്നുമില്ല. ഈ വരണവര് മുഴുവൻ പിടിക്കുക, അങ്ങോട്ട് എടുക്കുക. അങ്ങനെ കാണുന്നവർക്ക് സന്തോഷം, അത്ര തന്നെ ഉള്ളൂ. അവർക്ക് എന്ത് സന്തോഷം. പിന്നെ ഭക്ഷണം കിട്ടും. ഭക്ഷണം അത്യാവശ്യത്തിന് എല്ലാ നേരത്തും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും വിചാരിക്കുന്നത്. തുടക്കത്തിലായ കാരണം ഭക്ഷണം കിട്ടുന്നുണ്ടാവും. ഇനി കുറെ കാലം കഴിയുമ്പോൾ എന്താവും അറിയില്ല. ആളുകൾ വരികയാണെന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടും. ആൾക്കാർ കുറവാണെച്ചെങ്കിൽ തമ്പുരാനറിയാം. അപ്പൊ അങ്ങനത്തെ കാഴ്ചകള്. ഇതേ നമ്മുടെ ഇവന്റെ പേരെന്താണെന്ന് അറിയില്ല. ഭയങ്കര ആക്റ്റീവായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടുള്ള ഈ ആട്. ഇവന്റെ പേര് എനിക്കറിയായിരുന്നു. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ മറന്നു. അതുകൊണ്ട് ഇതിലുള്ള ഒന്നിന്റെ പേര് ഞാൻ പറഞ്ഞൊന്നും ശരിയാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി. കാണുമ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഇതിന് കൃത്യമായിട്ട് പേര് എഴുതിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനോട് ചേർന്ന് തന്നെ അവരെ ബാത്റൂമിന്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പരിപാടി. ലേഡീസിന് ഒരു ബാത്റൂം, ജെന്റ്സിന് ഒരു ബാത്റൂം. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വന്ന ബാത്റൂം പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു ഫാമിലിക്കൊക്കെ വന്നാൽ സുഖമായിട്ട് വെള്ളം കുടിക്കണോ വെള്ളം കിട്ടും. എന്തെങ്കിലും സ്നാക്ക് കഴിക്കണോ അത് കിട്ടും. ഇനി ബാത്റൂം പോകാൻ പോകണം അതും സൗകര്യമായിട്ട് പോവാം. അങ്ങനെ സൗകര്യമായിട്ട് ചെറിയ പരിപാടിയായിട്ടൊക്കെ കണ്ടുപോരാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഫാം വില്ല. അപ്പൊ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോളട്ടെ. എടക്കഴിയൂരാണ് ഈ സ്ഥലം. 100 രൂപ ചെലവാക്കിണ്ടെങ്കിൽ കുറച്ചൊക്കെ കാണാം. ഇനിയും വിപുലീകരിക്കുന്നു തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.